ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നാവൽ ഓയിലിംഗ് ആണ്. നാവൽ ഓയിലിംഗ് എങ്ങനെ ചെയ്യാം, ആർക്കൊക്കെ ചെയ്യാം, ആരൊക്കെ ചെയ്യരുത്, ഇതൊക്കെ നമുക്കിന്ന് നോക്കാം. നാവൽ ഓയിലിംഗ് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ചെയ്ത് ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായ ഒരു ടോപ്പിക്കാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ നാഭി പുരണ എന്ന് പറയുന്ന ആയുർവേദത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും നാവൽ ഓയിലിംഗ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കാണുന്നത്. ഈ നാഭി പൂരണ എന്ന് പറയുന്നത് നമ്മുടെ നാഭിയിൽ ഓയിൽ നിറച്ച് വെക്കുന്ന ഒരു 30 to 45 മിനിറ്റ്സ് ഓയിൽ നിറച്ച് വെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമുക്ക് ലോവർ ബോഡിയിലേക്ക്, അതായത് യൂട്രസ്, യൂറിനറി ബ്ലാഡർ പോലുള്ള ഓർഗൻസിന് വരുന്ന അസുഖങ്ങൾക്കാണ് സാധാരണയായിട്ട് ഈ നാവൽ ഓയിലിംഗ് നാഭി പൂരണ ചെയ്യാറുള്ളത്. അത് തന്നെ പല മെഡിക്കേറ്റഡ് ഓയിൽസ് അല്ലെങ്കിൽ ഘൃതങ്ങൾ, നെയ്കൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. ഇനി നാഭി പൂരണ പോലെ തന്നെ കർണപൂരണ, അക്ഷിപൂരണ, ഇങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു നാഭി പൂരണയിൽ നമുക്ക് ഏതൊക്കെ ഓയിൽസ് ആർക്കൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഇതിൽ നമുക്ക് നാഭി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അമ്മയുമായിട്ടുള്ള, നമ്മുടെ ഒറിജിനായിട്ടുള്ള ഒരു ബന്ധം കാണിക്കുന്ന നമ്മുടെ ബോഡിയിലുള്ള ഒരു സൈനാണ് അല്ലേ. ഈ നാഭി എന്ന് പറയുന്നത് വെറും ഒരു പോയിന്റ് മാത്രമല്ല, നമ്മുടെ വൈറ്റൽ ഓർഗൻസിനുമായിട്ട് ഇതിന് നല്ല ബന്ധമുണ്ട്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓയിൽ പെട്ടെന്ന് തന്നെ ഇത് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ നാഭി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ സദ്യോ പ്രാണാഹര മർമ്മമായിട്ടാണ് പറയുന്നത്. അതായത് അവിടെ ഏൽക്കുന്ന എന്തെങ്കിലും ക്ഷതങ്ങൾ, എന്തെങ്കിലും ഒരു അടിയോ എന്തെങ്കിലും അവിടെ ഏറ്റാൽ അപ്പം തന്നെ മരണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതാണ് സദ്യോ പ്രാണാഹര മർമ്മം. അപ്പോൾ അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പോയിൻ്റായിട്ടാണ് നമ്മുടെ നാഭീനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഏതൊക്കെ ഓയിൽസ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഗ്ലോയിങ് സ്കിൻ കിട്ടാനും നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ഒരു ആൻറ്റി ഏജിങ് ആയിട്ടൊക്കെ നമുക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മുടെ അസിഡിറ്റി ഉള്ളവർക്കാണ് കൂടുതൽ നല്ലത്. അസിഡിറ്റി ഉള്ളവർക്ക് ഈ നാവൽ ഓയിലിങ്ങിന് വേണ്ടി കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനും കോക്കനട്ട് ഓയിൽ വളരെ നല്ലതാണ്. ഇനിയുള്ളത് നീം ഓയിലാണ്. നിങ്ങൾക്ക് ആക്നെ, അതായത് പിമ്പിൾസ് ധാരാളമുണ്ട്, ബ്ലെമിഷസ് ഉണ്ട്, അതുപോലെ എന്തെങ്കിലും റാഷസ് സ്കിന്നിലുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നീം ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ, ഇത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് കാസ്റ്റർ ഓയിലാണ് വളരെ നല്ലത്. ഈ കാസ്റ്റർ ഓയിൽ മുടി വളരാൻ വേണ്ടിയിട്ട്, മുടിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലോട്ടിങ്, ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത് എള്ളെണ്ണയാണ്. എള്ളെണ്ണ വാത കുറക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ വാദസംബന്ധമായ അസുഖങ്ങൾക്ക്, ഇപ്പോൾ കോൺസ്റ്റിപ്പേഷനൊക്കെ എപ്പം വരുന്നവർക്കാണെങ്കിൽ അവർക്ക് മുട്ടുവേദന, കാലുവേദന ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ അനുബന്ധമായിട്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്കിവിടെ തിലതൈലം, അതായത് എള്ളെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ സാഗിങ് ഒക്കെ കുറക്കാനും ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് കാസ്റ്റർ ഓയിലും യൂസ് ചെയ്യാം. കാസ്റ്റർ ഓയിൽ അതിനും കൂടെ നല്ലതാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. നമ്മുടെ ശുദ്ധമായ പശുവിൻ നെയ്യ് യൂസ് ചെയ്യാം. ഈ പശുവിൻ നെയ്യ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് കൂട്ടാൻ, ഇപ്പോൾ സ്ട്രെസ്സ്, ആങ്സൈറ്റി പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അവിടെ നമുക്ക് നെയ്യ് യൂസ് ചെയ്യാം. പ്ലെയിൻ നെയ്യ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ബ്രഹ്മീകൃതം യൂസ് ചെയ്യാം. ബ്രഹ്മീകൃതം നമ്മുടെ ബ്രെയിനിന് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു റിലാക്സേഷനൊക്കെ വേണ്ടവർക്കാണ്, വളരെ സ്ട്രെസ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ നമുക്ക് ബ്രഹ്മീകൃതം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഡിസ്മെനോറിയ, അതായത് വളരെ പെയിൻഫുള്ളായ മെൻസ്ട്രേഷൻ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് മഹാനാരായണ തൈലം യൂസ് ചെയ്യാം. മഹാനാരായണ തൈലം ഇവിടെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നാവൽ ഓയിലിംഗ് അഥവാ നാഭി പൂരണ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും നല്ലത് രാവിലെ ചെയ്യുന്നതാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നാഭിയുടെ ഏരിയയും അതല്ലെങ്കിൽ നമ്മുടെ കൈയും ക്ലീൻ ആക്കിയതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. റിംഗ് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഏത് ഓയിലാണോ എടുക്കുന്നത് അതെടുത്തിട്ട് നമുക്ക് നാഭിയിൽ ഒന്ന് ചെറുതായിട്ട് ജെന്റിലായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ വിടാം, വേറൊന്നും ചെയ്യേണ്ടതില്ല. ഇനി രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അതായത് കിടക്കുന്നതിന് മുന്നാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് ഓയിൽ നമുക്ക് നാഭിയിൽ ഒഴിച്ചു കൊടുക്കാം. മലന്ന് കിടന്നതിന് ശേഷം നാഭിയിൽ 1-2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. അതിന് ചുറ്റും, നാഭിക്ക് ചുറ്റും ഒന്ന് ചെറുതായി മസാജ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ഉറങ്ങാവുന്നതാണ്. നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് മിനിമം വേണം നമ്മൾ നാഭി പുരണ രാത്രി ചെയ്യുന്നതിന് മുൻപ്. ഇനി ആർക്കൊക്കെ ഇത് ചെയ്യരുത് എന്നുള്ളതാണ്, ഹൈപ്പർ അസിഡിറ്റി ആയിട്ട് അൾസറൊക്കെ ഉള്ളവരാണെങ്കിൽ, ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഹൈപ്പർ അസിഡിറ്റിക്ക് ചെയ്യാം. ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് നമുക്ക് ഘൃതം, നെയ്യ് ഉപയോഗിച്ചിട്ട്, പശുവിൻ നെയ്യ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതല്ല നന്നായിട്ട് അത് കൂടി നല്ല അൾസറിൻ്റെ സീരിയസ് കേസൊക്കെ ആണെങ്കിൽ നമ്മൾ നാഭി പൂരണ ചെയ്യരുത്. പിന്നെ ഉള്ളത് പ്രഗ്നൻറ്റ് ലേഡീസിനാണ്, അവരും ചെയ്യരുത്. പിന്നെ എന്തെങ്കിലും ഹെർണിയ പോലുള്ള അസുഖമുള്ളവരും ഈ നാഭി പൂരണ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അധികം സമയം പോകുന്ന പരിപാടിയൊന്നുമല്ലല്ലോ, പെട്ടെന്ന് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വെച്ച് നോക്കുക. അപ്പോൾ മാറ്റങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ട്രൈ ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.